തുടക്കം കുറിക്കുകയാണ്. INTUC മുഴുവൻ പ്രവർത്തകരും ഈ ജാഥയ്ക്ക് മുന്നിലായി രണ്ടിൽ നിരയായി അണിനിരക്കേണ്ടതാണ്. ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുവാനും ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരെ ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് സംഘടിപ്പിച്ചിട്ടുള്ള വടകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന കിരാത നടപടിക്കെതിരെ ഗ്രാമീണ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരുന്നു. സംസ്ഥാന സർക്കാരുകളുടെ കിരാത നടപടികൾക്കെതിരെ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് സഹായമേകുന്ന രീതിയിൽ പദ്ധതികൾ വിപുലീകരിക്കുക, വർഷത്തിൽ 200 ദിവസത്തെ തൊഴിൽ നൽകുക, ദിവസം 800 രൂപ എങ്കിലും വേതനമായി നൽകുക, എല്ലാ തൊഴിലാളികൾക്കും ESI നിർബന്ധമാക്കുക, തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തച്ചു തകർക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കിരാത നടപടികൾക്കെതിരെ ഗ്രാമീണ തൊഴിലുറപ്പ് അധ്യക്ഷൻ ശ്രീ MB സലീം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കോൺസൽ ടീച്ചർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MT ജോയി, INTUCയുടെയും കോൺഗ്രസിൻ്റെയും വിവിധ തലങ്ങളിലുള്ള ഒട്ടേറെ നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഒട്ടേറെ പേര് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെയും മറ്റ് പോഷക സംഘടനകളുടെയും ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെ പ്രത്യേകിച്ച് ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ ഈ നിയോജക മണ്ഡലത്തിൻ്റെ തെക്കൻ മേഖലയിൽ നിന്ന് പഞ്ചായത്തുകളിൽ നിന്ന് മാത്രം പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇവിടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ 2 സ്ഥലങ്ങളിലാണ് ഇന്ന് INTUCയുടെ നേതൃത്വത്തിലുള്ള ഈ സമരപരിപാടി നടത്തപ്പെടുന്നത്. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ വാഴക്കുളം പഞ്ചായത്തും കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഓഫീസാണ് സൗത്ത് വാഴക്കുളത്ത് പ്രവർത്തിക്കുന്നത്. എറണാകുളം ജില്ലാതലത്തിൽ ഈ സമരത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവാണ് അവിടെ നിർവഹിക്കുന്നത്. ഇവിടെ ഇത്രയും പ്രവർത്തകരാണ് പങ്കെടുത്തിട്ടുള്ളതെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുമ്പിലിപ്പോൾ ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ അണിനിരക്കുന്ന സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി 152ഓളം ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സമരപരിപാടികൾ നടക്കുന്നു. ഇത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്ന സമരം, INTUCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം. INTUCയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം,
ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമാണ് INTUC. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള ദേശീയ സംഘടന, ദേശീയ പ്രസ്ഥാനം, ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നൊരു പ്രസ്ഥാനം INTUC. രാജ്യത്തെ പിന്നോക്കം നിൽക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം അവകാശപ്പെടാൻ കഴിയുന്ന, അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന നിരന്തരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന INTUC പ്രസ്ഥാനം. ഒരിടത്തു പോലും ഈ പ്രസ്ഥാനം അധികാരി വർഗത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ സമ്പന്ന വർഗത്തിൻ്റെ മുമ്പിലോ അടിയറ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു സംഘടന എന്നുള്ള നിലയ്ക്കാണ് കേരളത്തിലും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ തൊഴിലുറപ്പ് പ്രസ്ഥാനം ആരംഭിക്കപ്പെട്ടതിന് ശേഷം പല സംഘടനകളും ഈ തൊഴിലാളി വിഭാഗത്തെ സംഘടിപ്പിക്കുന്നതിനും അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനും നടത്തിയിട്ടുള്ള സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നും ഈ ഒരു സ്കീം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് തന്നെ തങ്ങളുടെ നേതാക്കന്മാർ നൽകിയ ആഹ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ സംഘടന, തങ്ങളുടെ പാർട്ടി CPM പോലുള്ള പാർട്ടി നടത്തിയ സമരത്തിൻ്റെ പരിണിത ഫലമായി നടപ്പിലാക്കപ്പെട്ടൊരു പ്രസ്ഥാനമാണ്, ഒരു സംരംഭമാണ്, ഒരു പ്രോജക്റ്റാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വന്നിട്ടുള്ള ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുടുംബിനികൾ, അവർ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്ഥാനം ആരംഭിക്കപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലാണ് എന്ന്. അന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഗ്രാമീണ ജനത ജീവിക്കാൻ മാർഗമില്ലാതെ, ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ ലഭ്യതയില്ലാതെ, ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളടക്കമുള്ള ആളുകൾ പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലം മുതൽ തന്നെ തുടർന്നു വന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആലോചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ രാജ്യത്ത് സാധാരണക്കാരായ ജനകോടികൾ അധിവസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തൊഴിലവസരങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ വരുമാനം ഉണ്ടാവുകയുള്ളൂ, അവരുടെ കുടുംബത്തിലെ പട്ടിണി മാറുകയുള്ളൂ എന്ന ബോധ്യം രാജ്യത്തുണ്ടായി. അന്ന് നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും ഒക്കെ കാലഘട്ടത്തിൽ വലിയ വൻകിട പദ്ധതികൾ പടുത്തുയർത്തിയതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഈ പദ്ധതികൾ കൊണ്ട് പര്യാപ്തമാകില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് രാജ്യത്ത് ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഉന്നമനത്തിന് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി സാമ്പത്തിക പരിപാടികൾ രാജ്യത്ത് നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്ത് ഇന്ത്യയിലെ ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന ബാങ്ക് ദേശസാൽക്കരണം എന്ന വലിയ സാമ്പത്തിക നടപടി കൈക്കൊണ്ടത്. 1971 ആ നടപടിയിലൂടെ രാജ്യത്തെ ബാങ്കുകളുടെ പണമിടപാട്, ധനകാര്യ സ്ഥാപനങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാകണം. അത് രാജ്യത്തെ പ്രമാണിമാരുടെ കയ്യിൽ ബാങ്കുകളും പണവും നിക്ഷേപിക്കപ്പെട്ടാൽ സാധാരണക്കാരന് പ്രയോജനപ്പെടുകയില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ആ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലൂടെ ബാങ്കുകളുടെ നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളുകയും ആ ബാങ്കുകളുടെ വായ്പാ നയത്തിൽ മാറ്റം വരുത്തുകയും സാധാരണക്കാരന് ചുരുങ്ങിയ പലിശയ്ക്കും പലിശരഹിത വായ്പകളും നൽകിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചെലവഴിക്കുന്നതിനുള്ള വലിയ പദ്ധതി അന്ന് തുടക്കം കുറിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് തൊഴിലുറപ്പ് പോലുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒട്ടേറെ തൊഴിൽ അടിസ്ഥാനമാക്കി രാജ്യത്തെ ഗ്രാമീണ വികസനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. EAS എന്ന പേരിൽ, NREGP എന്ന പേരിൽ, IRDP എന്ന പേരിൽ ഒട്ടേറെ പ്രോജക്റ്റുകൾ നമ്മുടെ രാജ്യത്തൊക്കെ നടപ്പിലാക്കി. അത്തരം പദ്ധതികൾക്കൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളാണ് സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത്. ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2005 തൊഴിലുറപ്പ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു നിയമ പ്രാബല്യം, ഭരണഘടനാപരമായ പ്രാബല്യം ലഭിക്കുന്നതിനും
അതുവഴി രാജ്യത്തെ ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, സാധാരണക്കാരായ സ്ത്രീകൾക്ക്, കുടുംബിനികൾക്ക് വർഷത്തിൽ 100 ദിവസമെങ്കിലും തൊഴിൽ ലഭിക്കണമെന്നും തൊഴിൽ ലഭ്യമാക്കാൻ ഗവൺമെൻറ്റുകൾക്ക്, പഞ്ചായത്തുകൾക്ക് സാധിച്ചില്ലെങ്കിൽ അവരുടെ 100 ദിവസത്തെ വേതനം ഉറപ്പുവരുത്തണം. അത് ഭരണഘടനാനുസൃതമാകണം, അത് നിയമാനുസൃതമാകണം. ആ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടാൽ ഈ പൗരന്മാർക്ക്, തൊഴിൽ ഉറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കോടതിയെ ആശ്രയിക്കുന്നതിനും പരിഹാരം നേടുന്നതിനും ആ അവകാശം നേടിയെടുക്കുന്നതിനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് 2005 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട നിയമം പാസ്സാക്കിയത്. ഇന്ന് നമുക്കറിയാം ഓഗസ്റ്റ് മാസം 27 അല്ലേ, 27 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ്. ഏതാണ്ട് 24 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതിനുശേഷം അന്ന് ഈ പദ്ധതി നിയമാനുസൃതം ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തുടർന്നു വന്ന ബഡ്ജറ്റ് 2006 ബഡ്ജറ്റിൽ 65,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചത്. നമ്മൾ ഓർക്കണം, 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി ഈ രാജ്യത്ത് ആരംഭിച്ചപ്പോൾ 65,000 കോടി രൂപ ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ നെറ്റി തുളിഞ്ഞു. കാരണം ഇത്രയും ബൃഹത്തായൊരു പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എടുത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായി ഈ 65,000 കോടി രൂപ നീക്കിവെക്കുക മാത്രമല്ല, അത് ചെലവഴിക്കുകയും അത് ഈ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിൽ തുടർന്നു വന്ന ഓരോ വർഷവും ഈ പദ്ധതിക്ക് ആവശ്യമായ പണം UPA ഗവൺമെൻറ് നീക്കിവെച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യം ഇത് നടപ്പിലാക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്കറിയാം 2 ജില്ലകളിലാണ്, വയനാട്ടിലും പാലക്കാടും മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ 2011-ലും 2009-ലും ഒക്കെ ഗവൺമെൻറ് എടുത്ത ധീരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇന്നിപ്പോൾ കേരളത്തിലെ ജനസംഖ്യ ശ്രീ സലീം സൂചിപ്പിച്ചതുപോലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളാണ്. ഇത് സാധാരണക്കാരായ കുടുംബങ്ങളിൽ ഏതാണ്ട് 60% ഇന്ന് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് അവരേർപ്പെടുന്ന തൊഴിൽ മേഖലയിൽ ആവശ്യമായ സുരക്ഷിതത്വം, അവർക്കാവശ്യമായ മറ്റ് ആനുകൂല്യങ്ങൾ അവയൊക്കെ ലഭ്യമാക്കണം. അത് കാലാനുസൃതമായ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ INTUCയുടെ നേതൃത്വത്തിൽ ഈ സംഘടന ആവശ്യപ്പെടുന്നത്. ഇത് കാലാനുസൃതമായി ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തടസ്സം നിൽക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തങ്ങളാലാകുന്ന വിഹിതം അത് നീക്കിവെക്കേണ്ടതുണ്ട്. അവരുടേതായ പദ്ധതികൾ അവർ തയ്യാറാക്കപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം, ഓരോ സംസ്ഥാനത്തും ഈ പദ്ധതി തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസൃതമാണ്. ഈ പദ്ധതി പ്രധാനമായി ലക്ഷ്യമിട്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ആയിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളും ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെയുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അതിന് അനുസൃതമായ പദ്ധതികൾ തയ്യാറാക്കി അവ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. അതിന് പകരം ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകൾ നടപ്പിലാക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അത് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ അക്കാര്യത്തിൽ ഒഴിച്ചു കളിക്കുന്ന സമീപനമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതാണ് 20 പദ്ധതികൾ ഒരേ സമയം 20 പദ്ധതികൾ മാത്രം നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ള നിയന്ത്രണം ഈ രംഗത്തുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ രംഗത്ത് വളരെ ശക്തമായ സമരങ്ങളുമായി നമുക്കിനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ കേരളത്തിലെ INTUCയോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഈ സമരത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളികളാകും എന്ന് തെളിയിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനവുമായി കടന്നു വന്നിരിക്കുന്നത്. ഇതുപോലെ ആവേശകരമായ ഒരു സമീപനമാണ് ഈ
ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ INTUC പ്രവർത്തകരെ, പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്ന പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വളരെ സന്തോഷകരമായ ആവേശകരമായ ഒരു പ്രകടനത്തോടുകൂടി ഇവിടെ ഈ സമരത്തിൽ കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. അടുത്തതായി പ്രിയപ്പെട്ട ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ജോയ് സാറ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ നടത്തുന്ന ഈ സമരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കേരളത്തിൽ ഈ പട്ടിണി പാവങ്ങളായ സാധാരണക്കാരായ ജോലിക്ക് പോകാൻ പറ്റാത്ത പ്രായമായിട്ടും ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങാനും അവരുടെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുവാനും വേണ്ടിയിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ തുക വെട്ടിക്കുറച്ചുകൊണ്ട് സാധാരണക്കാർക്ക് കിട്ടുന്ന, നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ തന്നെ ക്രയവിക്രയം ചെയ്യുകയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പച്ചക്കറി കടകളിലും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അങ്ങനെ ഇവിടെ തന്നെ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഈ പണം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കാണ് അത് പ്രയോജനപ്പെടുന്നത്. അല്ലാതെ ഇവരിത് കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. ഇവർക്ക് ഒരുപാട് കാലം അങ്ങനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പണമല്ലാതെ വളരെ കുറച്ച് പണം മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാധാരണക്കാരായ ആളുകളെ കാണാതെ സർക്കാർ പിന്നെ എന്ത് വികസനമാണ് ചെയ്യുന്നത്? എനിക്ക് മുന്നേ പറഞ്ഞവരെല്ലാം പറഞ്ഞു, കോടിക്കണക്കിന് രൂപ, 65,000-85,000 കോടി രൂപ മാത്രമാണ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ജില്ലാ പരിഷത്ത് ഉൾപ്പെട്ടുള്ള നിവേദനമാണ്. ഇതപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിവേദനമാണ്.